ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരത് മനോഹർ. അപ്പോൾ നമ്മൾ പരീക്ഷാ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഉടനെ തന്നെ നമ്മുടെ VFAയും ഡിഗ്രി മെയിൻസും ഒക്കെ ഉണ്ടായിരിക്കും. ആ പരീക്ഷകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് IT എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ITയിലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് വെച്ച തുടങ്ങി വെച്ച ഒരു പങ്ക്തിയായിരുന്നു, ഒരു ഭാഗമായിരുന്നു എന്തെന്ന് പറയുന്നത് ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം അല്ലയോ? അതായത് നമ്മൾ ഒരു ചോദ്യം മാത്രം പരിചയപ്പെടുത്തുന്നു. ആ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അങ്ങനെ ഒരു സീരീസ് തുടങ്ങി വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ നമ്മളതിൻ്റെ പാർട്ട് 1 വീഡിയോ വന്നിരുന്നു. ഓക്കെ. പാർട്ട് 1 വീഡിയോ കാണുക. അതിനകത്ത് ഇതിനകത്തുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ പാർട്ട് 2 വീഡിയോ ആണ്. ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം അല്ലേ? ഒരു ചോദ്യം പരിചയപ്പെടുന്നു, അതിലൂടെ ഒരു ടോപ്പിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ആ ടോപ്പിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്താ നമ്മുടെ ലക്ഷ്യം? ഒരു എക്സാം ക്രാക്ക് ചെയ്യുക അല്ലേ? ഒരു പരീക്ഷ വിജയിക്കുക. നമ്മൾ ടോപ്പ് റാങ്കിൽ എത്തുക അല്ലേ? റാങ്ക് നേടി നമ്മൾ ജോലിയിലെത്തുക അല്ലേ? ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള നമ്മുടെ ഒരു അല്ലേ വഴിയാണ് ഇതാണ് പോകുന്നത്. ഓക്കെ. നമ്മൾ സമയം കളയുന്നില്ല. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് VFAയ്ക്ക് മാത്രമല്ല, ഡിഗ്രി മെയിൻസ് ITയുമായി ബന്ധപ്പെട്ട ഏത് എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. കാരണം കോമൺ ആണ്. സിലബസ് എല്ലാം ഏകദേശം കോമൺ ആണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫോഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ മാത്രമേ ഉള്ളൂ എന്ത് സിലബസിൽ ചെറിയൊരു വ്യത്യാസം. കാരണം ITയിൽ എല്ലാം ഒന്നും അവിടെ പഠിക്കാനില്ല. അവിടെ IT റൂൾസുകളില്ല. IT ലോ മാത്രമേ പഠിക്കാനുള്ളൂ. ഫോഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ള IT ആണ്. സിലബസ് സെയിം ആണ്. അപ്പോൾ ഇത് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം. ഞാൻ ആരംഭിക്കുകയാണ്. ചോദ്യം എന്താണ് നമ്മുടെ ചോദ്യം? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആണ്ടേ ഒന്നാമത്തെ ചോദ്യമല്ല, ഒരൊറ്റ ചോദ്യം ഉള്ളൂ. നമ്മൾ ഒറ്റ ചോദ്യം മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. ആ ഒറ്റ ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സമാന പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സമാന പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എങ്ങനെയുള്ള നെറ്റ്വർക്കുകളെയാ? സമാന പ്രോട്ടോകോൾ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാ? മോഡം ഉണ്ട്, ഹബ് ഉണ്ട്, ഗേറ്റ്വേ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട് അല്ലേ? 4 ഉപകരണങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഉപകരണങ്ങൾ? ഈ ഉപകരണങ്ങൾ എന്താണ് അറിയാലേ? ഈ ഉപകരണങ്ങൾ എന്തുവാ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണ്. എന്താണ് ഇതിന്റെ പേര് വിളിക്കുന്നവര്? നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ. ഓർത്തിരിക്കുക കേട്ടോ. ഈ ഉപകരണങ്ങളെ വിളിക്കുന്നവരെന്താ? നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നെറ്റ്വർക്കിംഗ് ഡിവൈസ് അതായത് നെറ്റ്വർക്കിങ്ങിനായിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഉപകരണങ്ങളിൽ ഏത് ഉപകരണമാണ് ഒരേ പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സെയിം പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 4 എന്തുവാ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണ്. ഓക്കെ. അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യമാണ് എന്താണ് പ്രോട്ടോകോൾ അല്ലേ? അവിടെ വന്നൊരു സാധനമാണ് എന്തുവാ? സെയിം പ്രോട്ടോകോൾ ഉള്ള അല്ലേ? പ്രോട്ടോകോൾ എന്താന്ന് വെച്ചാൽ എന്താണ്? റൂൾസ് ആണ്, കുറച്ച് നിയമങ്ങളാണ്, കുറച്ച് റൂളുകളാണ്. എന്തിനുള്ള റൂളുകൾ? നെറ്റ്വർക്കിങ്ങിലും അല്ലാത്ത കാര്യങ്ങളിൽ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഡേറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില റൂളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. അതായത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഡേറ്റ ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോട്ട് കയറുമ്പോഴോ നെറ്റ്വർക്കിങ്ങിലോട്ട് കയറുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡേറ്റയൊക്കെ കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കുമ്പോഴൊക്കെ നമ്മൾ ചില പ്രത്യേക റൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ചുമ്മാ ചെന്ന് അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല അല്ലേ? ചുമ്മാ ചെന്ന് ഇൻ്റർനെറ്റിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അതിന് ചില റൂളുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം റൂളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്? അപ്പം ഒരേ പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലേ? പ്രോട്ടോകോളുകൾ അല്ലേ? ഓരോ നെറ്റ്വർക്കിനും ചിലപ്പോൾ പ്രോട്ടോകോൾ ഡിഫറൻ്റ് ആയിരിക്കും. ചില നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോകോൾ ആയിരിക്കത്തില്ല മറ്റൊരു അല്ലേ? ചില നെറ്റ്വർക്ക് ചില റൂളുകൾ ഉപയോഗിക്കും, മറ്റ് നെറ്റ്വർക്കുകൾ എന്ത് ചെയ്യും? മറ്റ് ചില റൂളുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും റൂളുകൾ എന്താവണം നിർബന്ധമില്ല, സെയിം ആവണമെന്ന് ഒരു നിർബന്ധവും നമുക്കില്ല. സോ ഒരേപോലെയുള്ള നെറ്റ്വർക്കുകളും വരാം, ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളും വരാം. ഒരേ പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനുള്ളത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്തുവാ പ്രോട്ടോകോൾ എന്താണെന്ന് പഠിച്ചു. എന്താ പ്രോട്ടോകോൾ? നെറ്റ്വർക്കിങ്ങിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുമ്പോഴോ അവിടെ ഉപയോഗിക്കുന്ന ചില റൂളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോകോൾ അല്ലേ? അത് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില നിയമങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോട്ടോകോൾ. എല്ലാ രീതിയിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തോന്നിയ രീതിയിലൊന്നും ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനോ അങ്ങനെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിന് ചില റൂളുകൾ വേണം. അതിനെയാണ് വിളിക്കുന്നത് പ്രോട്ടോകോൾ. ആ ചോദ്യത്തിൽ നമ്മൾ ഒരു ചോദ്യം പഠിച്ചില്ലേ? ഒറ്റൊരു കാര്യം കൂടെ പഠിച്ചു. ഇനി
എന്താണ് മറ്റൊരു കാര്യം കൂടെ പഠിച്ചു. ഈ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ ഏതാണെന്ന് പഠിച്ചു. നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണെന്ന് പഠിച്ചു അല്ലേ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണെന്ന് പഠിച്ചു. ഇനി എന്താണുള്ളത്? ഇതിൽ ഉത്തരം ഏതാണെന്നല്ലേ? ഉത്തരം ഞാൻ ഓൾറെഡി അങ്ങ് പറയാം അല്ലേ? ഉത്തരം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരത്തിൽ നിന്നാണ് എന്തിലേക്ക് പോകുന്നത്? നമ്മളെ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. എന്താണ് ഉത്തരം? ഇതിനകത്ത് ഉത്തരം ഏതാ? ബ്രിഡ്ജ് എന്നുള്ളതാണ്. ഏതാണ് ഉത്തരം? ബ്രിഡ്ജ്. ഏതാണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഒരേ പ്രോട്ടോകോൾ ഉള്ള വസ്തുക്കളെ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ബ്രിഡ്ജ് ആണ്. ഏതാണ്? ബ്രിഡ്ജ് ആണ്. അപ്പൊ ഉത്തരം ബ്രിഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതാണ് ടോപ്പിക്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴോ അവിടെ എല്ലാം കുറച്ച് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആ ഉപകരണങ്ങൾ ഏതാണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഉപകരണങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന സാധനം കേട്ടോ. PSC പരീക്ഷകളിലെ ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ത്? നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. എപ്പോഴും ചോദിക്കും. ഒരു 5 മാർക്കിന്റെ ആണ് PSC ചോദിക്കുന്നതിൽ 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് IT വരുന്നെങ്കിൽ ആ 5 മാർക്കിൽ ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു മാർക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ക്ലാസ് ആണെന്ത്? ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഉറപ്പാണ് കേട്ടോ. അതായത് നെറ്റ്വർക്കിംഗ് ഡിവൈസുമായിട്ടുള്ള ക്വസ്റ്റൻ ഇല്ലാത്ത ഒരു IT പരീക്ഷകളും ഇവിടെ കാണത്തില്ല. ഇപ്പം തുടർന്ന് അതായത് ഇപ്പോൾ അടുത്ത് വരുന്ന ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ചോദിക്കുന്ന ഒരു പരീക്ഷകളിലും ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇല്ലാതില്ല. എന്ന് വെച്ചാൽ എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം എന്തായിരിക്കും? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ കുറിച്ചായിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിലെ കുറിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഭാഗത്തെ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ചിലപ്പോൾ ഒരു മാർക്കല്ല, ചിലപ്പം 1-2 മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, ഡിവൈസുകളുടെ പേരുകളൊക്കെ നോർത്ത് ചെയ്താൽ മോഡം, ഹബ്ബ്, ഗേറ്റ് വേ, ബ്രിഡ്ജ് അല്ലേ? ഇത് മാത്രമല്ല ഇനിയും എന്തുണ്ട്? കുറേ ഡിവൈസുകളുണ്ടല്ലേ, കുറേ ഉപകരണങ്ങളുണ്ടല്ലേ. ഇതിനെ വിളിക്കുന്ന പേരെന്തുവാ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ. എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേരുകൾ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിന്റെ പേരെന്തോടെ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ അല്ലേ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേരാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ. ഓക്കെ, അതിൽ ഒന്നാമത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ് എന്ത്? മോഡം. എന്താണ്? മോഡം. മോഡത്തിന്റെ ഫുൾ ഫോം കണ്ടോ? അതോടെ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. എന്താണ് മോഡത്തിന്റെ ഫുൾ ഫോം? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഞാൻ വേണേ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. എന്താണ് മോഡത്തിന്റെ ഫുൾ ഫോം? മോഡുലേറ്റർ അല്ലയോ? മോഡുലേറ്റർ, 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 ഡീമോഡുലേറ്റർ. ആ വേർഡിൽ തന്നെ ഉണ്ട് മോഡം കേട്ടോ. അതൊക്കെ എന്തുവാ? എന്ത് വരും? MODEM. എന്തോ? മോഡം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ അല്ലേ? മോഡം. അതിൽ നിന്നാണ് എന്ത് വരുന്നത്? മോഡം. ഇംഗ്ലീഷിൽ കൂടെ പേര് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പഠിക്കാനുള്ള സൗകര്യം കേട്ടോ. എന്താണ് മോഡം? എന്താണ് മോഡം കേട്ടോ? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. എന്താണ് മോഡം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മോഡം എന്ന് പറയുന്ന സാധനം? നമ്മൾ പണ്ടല്ലേ ടെലിഫോൺ ലൈനിൽ നിന്ന് നെറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേബിൾ ലൈനിൽ നിന്ന് നെറ്റ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെലിഫോൺ ലൈനിലൂടെയാണ് നെറ്റ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേബിൾ TV നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ നെറ്റ് എടുക്കുന്നത്, ഇന്റർനെറ്റ് എടുക്കുന്നതെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ മോഡം എന്ന് പറയുന്ന ഉപകരണം. ഏതാണ്? മോഡം എന്ന് പറയുന്ന ഉപകരണം. എന്താണ് അത് ചെയ്യുന്നത് നോക്കാം. എന്താണ്? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗായും മാറ്റുന്ന ഒരു ഉപകരണമാണിത്. എന്താ ഉപകരണത്തിന്റെ പ്രത്യേകത? അനലോഗ് സിഗ്നൽ എന്താക്കി മാറ്റുന്നു? ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നു. ഡിജിറ്റൽ സിഗ്നൽ എന്താക്കി മാറ്റുന്നു? അനലോഗ് ആക്കി മാറ്റുന്നു. ഇത്തരം ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മോഡം. അപ്പൊ എന്തുവാടെ അനലോഗ്, എന്തുവാ ഡിജിറ്റൽ? അതറിയണ്ടേ അന്നേരം? ഒന്നാമത്തെ എന്തുവാ? അനലോഗ്. അനലോഗ് എന്തോന്ന് അറിയണ്ടേ? ഡിജിറ്റൽ എന്തോന്ന് അറിയണ്ടേ? രണ്ട് തരം സിഗ്നൽ ഏതൊക്കെ? അനലോഗും ഡിജിറ്റൽ. ഇത് രണ്ടും എന്തോന്ന് അറിയണ്ടേ? എന്തോ അനലോഗ് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് വെച്ചാൽ തുടർച്ചയായിട്ട് പോകുന്ന സിഗ്നലുകളെ വിളിക്കുന്ന പേരാണല്ലേ കണ്ടിന്യൂസ് വേവ്. അതായത് തുടർച്ചയായിട്ടുള്ള തരംഗങ്ങളായിട്ട് കടന്നു പോകുന്ന സിഗ്നലുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന അനലോഗ് കേട്ടോ. തുടർച്ചയായിട്ടുള്ള തരംഗങ്ങൾ കേട്ടോ. മലയാളത്തിൽ കൂടെ എഴുതി കേട്ടോ. തുടർച്ചയായുള്ള തരംഗം അറിയാലോ, വേവ്സിലെ തുടർച്ചയായിട്ടുള്ള തരംഗങ്ങളായിട്ട് പോകുന്ന ആ ഒരു സിഗ്നലുകളെ വിളിക്കുന്ന പേരാണെന്ത്? അനലോഗ് സിഗ്നലുകൾ കേട്ടോ. എന്താണ്? അനലോഗ് സിഗ്നൽ. ഇനി ഡിജിറ്റൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? 1, 0 അല്ലേ? 1 ഉം 0, 1 ഉം 0 അല്ലയോ? അതിനെ വിളിക്കുന്ന പേരെന്തുവാ? ബിറ്റുകളെന്ന്. അറിയത്തില്ലേ? ബിറ്റ്. അതിനെ വിളിക്കുന്ന പേരെന്തുവാ? ബിറ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലയോ? ബൈനറി ഡിജിറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുമ്പോൾ ബിറ്റ് എന്ന് പറയാം കേട്ടോ. ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ബിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബൈനറി ഡിജിറ്റ്? ഇല്ലയോ? 0 ഉം 1 ഉം ചേർന്ന് അല്ലയോ? അതായത് കണ്ടിന്യൂസ് അല്ല, അതായത് അവിടെ എന്താണ് തുടർച്ചയായിട്ട് പോകുന്നതല്ല അല്ലയോ? ഒരു ഹൈ വാല്യൂയും കാണും, ഒരു ലോ വാല്യൂയും കാണും, ഒരു വലിയ വാല്യൂയും കാണും, ഒരു ചെറിയ വാല്യൂയും കാണും. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ട്. മലയാളം ഇംഗ്ലീഷ് എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് ആയിട്ട് കേട്ടോ. എന്താണ്? ഡിസ്ക്രീറ്റ് ആയിട്ട്. ഓക്കെ, സോറി,
എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ആയിട്ട് എന്താണ് ഡിസ്ക്രീറ്റ് ആയിട്ട് ഓക്കെ ഡിസ്ക്രീറ്റ് ആയിട്ട് എങ്ങനെ പോകുന്നു ഡേറ്റ പോകുന്നു ഡിസ്ക്രീറ്റ് ആയിട്ട് പോകുന്ന വെച്ചാൽ എന്താണ് തുടർച്ചയില്ലാതെ അല്ലേ ഒന്നിടവിട്ട് ആ ഡേറ്റ പോകുന്നത് അതായത് തുടർച്ചയായിട്ടല്ല പോകുന്നത് അതായത് 0യും 1ഉം ഉപയോഗിച്ചിട്ടായിരിക്കും ഡേറ്റ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അത്തരം സിഗ്നലുകളെ വിളിക്കുന്ന പേരാണെന്ത് ഡിജിറ്റൽ സിഗ്നൽ എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലയോ തുടർച്ചയായിട്ട് പോകുന്ന സിഗ്നലുകളെ വിളിക്കുന്ന പേരാണെന്ത് അനലോഗ് സിഗ്നൽ രണ്ട് തരം സിഗ്നലുകളാണ് ഉള്ളത് അല്ലേ ഡേറ്റ ട്രാൻസ്ഫർ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് തരം സിഗ്നലാണ് ഡിജിറ്റലും അനലോഗ് നമ്മൾ ഇന്ന് ഫോണുകളിലും മൊബൈലിലും എല്ലാം ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിഗ്നലുകളാണ് കേട്ടോ നമ്മുടെ ഫോണുകളിലും കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സിഗ്നലാണ് അല്ലേ കുറച്ച് വയറുകളിലൂടെയൊക്കെയാണ് പണ്ട് നമ്മൾ ഉപയോഗിച്ച അനലോഗ് സിഗ്നലാണ് അപ്പോൾ എന്തിനാ ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം എന്തുവാ അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റേണ്ട ആവശ്യം എന്തുവാ എടേ ഞാൻ പറഞ്ഞല്ലോ ഫോണുമായിട്ട് അതായത് നമ്മുടെ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ കേബിൾ ലൈനിൽ കൂടെയാണ് നെറ്റ് വരുന്നത് ആയിരിക്കും അല്ലയോ അപ്പോൾ നെറ്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വരുന്നു നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ നെറ്റ് കിട്ടണം നമ്മൾ എന്ത് ചെയ്യും മോഡം ഉപയോഗിച്ച് കണക്ട് ചെയ്യും ഇവിടെ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ അനലോഗാക്കി മാറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചേ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നത് ഡിജിറ്റലായിട്ടാണ് ഇല്ലയോ കമ്പ്യൂട്ടറിനകത്തുള്ള സിഗ്നലുകൾ എന്താണ് ഡിജിറ്റൽ സിഗ്നലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഇൻ്റർനെറ്റിലേക്ക് ഒരു കാര്യം അയക്കണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു അപേക്ഷ അയക്കണം ഒരു മെയിൽ അയക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കമ്പ്യൂട്ടറിനകത്ത് ഡിജിറ്റലായിട്ട് മെയിൽ ക്രിയേറ്റ് ചെയ്യും ഈ മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെനിക്ക് എന്ത് ചെയ്യണം ഇൻ്റർനെറ്റിലേക്ക് അയക്കണം ഇൻ്റർനെറ്റിലേക്ക് അയക്കുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഡിജിറ്റലായിട്ടാണല്ലോ നിൽക്കുന്നത് ഈ ഡിജിറ്റലായിട്ട് നിൽക്കുന്ന സാധനം വയറുകളിൽ കൂടെ പോകത്തില്ല വയറുകളിൽ കൂടെ നെറ്റിലേക്ക് പോകണ്ടേ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വയർ കണക്ട് ചെയ്തേക്കാണല്ലോ ആ വയറിലൂടെയാണല്ലോ ഇൻ്റർനെറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന മെയിൽ എന്ത് ചെയ്യണം ഡിജിറ്റലായിട്ട് ടൈപ്പ് ചെയ്യുന്ന മെയിൽ എന്ത് ചെയ്യണം വയറുകളിൽ കൂടെ എവിടെ എത്തണം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു സെർവറിലുള്ള കമ്പ്യൂട്ടറിലേക്ക് എത്തണം അങ്ങനെ എത്തണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഈ ഡിജിറ്റലായിട്ട് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന ഇമെയിലിനെ എന്താക്കി മാറ്റണം അനലോഗാക്കി മാറ്റിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വയറുകളിൽ കൂടെ കടത്തിവിടാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ ഈ വയറുകളിൽ കൂടെ കടന്നു പോകുന്ന അനലോഗ് സിഗ്നൽ എന്ത് ചെയ്യും നേരെ അങ്ങ് സെർവറിലോ അല്ലെങ്കിൽ ദൂരെയുള്ള കമ്പ്യൂട്ടറിലോ എത്തുമ്പോൾ അവിടെ എന്താണ് ഒരു മോഡം കാണും അവിടെ എന്ത് ചെയ്യും അത് അനലോഗിനെ തിരിച്ചെന്താക്കി മാറ്റും ഡിജിറ്റലാക്കി മാറ്റിയിട്ടായിരിക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അനലോഗിനെ എന്താക്കി മാറ്റി ഡിജിറ്റൽ എന്താക്കി മാറ്റി അനലോഗാക്കി ഇനി എന്ത് ചെയ്യുന്നു എനിക്ക് കമ്പ്യൂട്ടറിൽ എന്തില്ലേ എനിക്ക് ദൂരെയുള്ള ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഇങ്ങോട്ട് എടുക്കണം സോ ഇന്റർനെറ്റിൽ നിന്ന് ആ വയറിൽ കൂടെ വരുന്നത് എന്തായിരിക്കും അനലോഗ് സിഗ്നൽ ആയിരിക്കും വയറിൽ കൂടെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ അനലോഗ് സിഗ്നൽ ആയിട്ടായിരിക്കും പിക്ചർ ആയാലും വീഡിയോ ആയാലും ഇമേജ് ആയാലും എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത് എന്നാൽ എൻ്റെ കമ്പ്യൂട്ടറിന് വായിക്കാൻ പറ്റുമോ ഇല്ല കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണം അനലോഗിനെ എന്താക്കി മാറ്റണം ഡിജിറ്റലാക്കി മാറ്റണം അപ്പോൾ എന്ത് ചെയ്യും മോഡം വീണ്ടും എന്ത് ചെയ്യും അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റും അതായത് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് ഡേറ്റ പോകുമ്പോൾ ഡിജിറ്റലിനെ എന്താക്കി മാറ്റണം അനലോഗാക്കി മാറ്റണം കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ വരുമ്പോൾ എന്ത് ചെയ്യണം അനലോഗിനെ എന്താക്കി മാറ്റണം ഡിജിറ്റലാക്കി മാറ്റണം കാരണം കമ്പ്യൂട്ടർ എന്തിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഡിജിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഓക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് മോഡം അതായത് അനലോഗിനെ ഡിജിറ്റലാക്കാനും ഡിജിറ്റലിനെ അനലോഗാക്കി മാറ്റാനുമാണ് എന്ത് മോഡം എന്നുള്ള വസ്തു ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ point എന്തുവാ ടെലിഫോൺ ലൈനുകൾ വഴി സിഗ്നലുകൾ കൈമാറാൻ ഇത് സഹായിക്കുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലയോ ടെലിഫോൺ ലൈനുകൾ വഴി സിഗ്നലുകൾ കൈമാറാകുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് മോഡം ഉപയോഗിക്കുന്നത് കാരണം ടെലിഫോൺ ലൈൻ വരുമ്പോഴേ ഉള്ളത് ഈ ഒരു പ്രശ്നം എന്തുവാ ഡിജിറ്റലിനെ അനലോഗാക്കിയും അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റുന്ന കാര്യം എവിടെ വരുന്നുള്ളൂ വയറുകളിൽ കൂടെ നെറ്റ് വരുമ്പോഴേ അല്ലയോ ബ്രോഡ്ബാൻഡിലാണ് ഈ പ്രശ്നം വരുന്നത് അല്ലാതെ വയർലെസ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പം വയറുകളിൽ കൂടെ വരുമ്പം അനലോഗിൽ എന്താക്കി മാറ്റേണ്ടി വരും ഡിജിറ്റലാക്കി മാറ്റേണ്ടി ആവശ്യം അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ എവിടെ ഡിജിറ്റലാക്കി മാറ്റണോ അവിടെയെല്ലാം നമ്മൾ എന്ത് ഉപയോഗിച്ചേ പറ്റൂ മോഡം എന്നുള്ള ഉപകരണം ഉപയോഗിച്ചേ പറ്റൂ ക്ലിയർ ആയി കാണുമല്ലോ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ എന്ത് ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് എന്ത് മോഡം എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കി മാറ്റാനും അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ ആക്കി മാറ്റാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണത് മോഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണത് മോഡം അതിന്റെ ഫുൾ ഫോം എന്താണ് മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നാണ് ഇനി രണ്ട് തരം സിഗ്നലുകളെ കുറിച്ച് പഠിച്ചത് അനലോഗും ഡിജിറ്റലും അല്ലയോ തുടർച്ചയായിട്ട് വരുന്ന സിഗ്നലാണെന്ത് അനലോഗ് എന്ന് പറയുന്നത് എന്നാൽ തുടർച്ചയില്ലാത്ത സിഗ്നലാണെന്ത് ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ വളരെ വ്യക്തമായി കാണുമല്ലോ എന്താണ് മോഡം എന്നുള്ളത് കേട്ടോ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് എന്ത് ക്ലാസ് പോകുന്നത് അപ്പോൾ എന്താണ് മോഡം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും അടുത്ത നമ്മൾ എന്തിലേക്ക് പോവുകയാണ് അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണ് അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഹബ്ബ് എന്താണ് ഹബ്ബ് രണ്ടാമത്തെയാണെന്ന് പറയുന്നത് ഹബ്ബ് എന്താണ് ഹബ്ബ് ശ്രദ്ധിക്കുക ഒരു നെറ്റ്വർക്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് എന്ത് ഹബ്ബ് എന്താണ് ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് ഹബ്ബ് അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കും എനിക്ക് എന്ത് ചെയ്യണം ഈ 5 കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യണം അപ്പോൾ ഈ 5 കമ്പ്യൂട്ടറുകളെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പം അവിടെ ഒരു മെയിൻ കമ്പ്യൂട്ടർ വേണ്ടേ അല്ലെങ്കിൽ ഒരു മെയിൻ സാധനം വേണ്ടേ കാരണം അതാണല്ലോ ഈ കമ്പ്യൂട്ടറുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ മെയിൻ സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത് ഹബ്ബ് എന്ന് അതായത് ഈ ഹബ്ബ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോ കമ്പ്യൂട്ടറിലേക്കും ഡേറ്റ ഇങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിനകത്ത് നിന്ന് എങ്ങോട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ മൊത്തം നെറ്റ്വർക്കിനെ നിയന്ത്രിക്കുന്ന ആളായിരിക്കും ഹബ്ബ് ആയിരിക്കും അപ്പോൾ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത് എല്ലാ ഡേറ്റയും ഷെയർ ചെയ്യുന്നത് ഇതിനകത്തൂടെ ആയിരിക്കും ഹബ്ബിലൂടെ ആയിരിക്കും ഇപ്പോൾ എനിക്കൊരു ഡേറ്റ ഷെയർ ചെയ്യണം അപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറാണ് ഒന്നാമത്തെ കമ്പ്യൂട്ടറാണ് എൻ്റെ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് 5ാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അയക്കണം
എങ്ങനെ അയക്കാൻ പറ്റൂ? ഹബ്ബിലൂടെ മാത്രമേ അയക്കാൻ പറ്റൂ. ഹബ്ബ് എന്ന് വെച്ചാൽ അതിനൊരു സെൻട്രൽ കണക്ഷൻ ആയിരിക്കും, ഒരു മെയിൻ കണക്ഷൻ ആയിരിക്കും എന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത്. എനിക്ക് 5ാമത്തെ ഡേയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡേറ്റ എനിക്ക് ഇങ്ങോട്ട് എടുക്കണം, 5ാമത്തെ കമ്പ്യൂട്ടറിൽ എനിക്ക് ഡേറ്റ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്യണം? ഹബ്ബിലൂടെ മാത്രമേ എനിക്ക് ഡേറ്റ എടുക്കാൻ പറ്റൂ. അതായത് ഈ പറയുന്ന നെറ്റ്വർക്കിങ്ങിനകത്ത് കമ്പ്യൂട്ടറുകളെല്ലാം കൂടെ ഒരു കണക്ട് ചെയ്തേക്കുന്ന ഒരു ഇന്റർ കണക്ഷൻ അല്ലയോ, അത് കണക്ട് ചെയ്തേക്കുന്ന ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ്ബ് എന്ന് വെച്ചാൽ ഒരു എന്താണ്, ഒരു സെന്റർ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്ത് പറയുന്നത്, ഇപ്പൊ ഒരു മന്ത്രിസഭയെ എല്ലാത്തിനെയും കൂടെ നിയന്ത്രിക്കുന്നതും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാരാ? മുഖ്യമന്ത്രിയാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ നമ്മുടെ കേരള നിയമസഭയിലെ എല്ലാ ആൾക്കാരെയും എല്ലാ മന്ത്രിമാരെയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നിയന്ത്രിച്ചിരിക്കുന്ന ആളാരാ? മെയിൻ ആളാരാ? മുഖ്യമന്ത്രി. അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്തേക്കുന്ന, എല്ലാ കമ്പ്യൂട്ടറുകളെയും നിയന്ത്രിക്കുന്ന ഒരു മെയിൻ കമ്പ്യൂട്ടറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹബ്ബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ചാനലിൽ നിന്ന് വരുന്ന ഡേറ്റ ആ നെറ്റ്വർക്കിലെ മറ്റെല്ലാ ചാനലുകളിലേക്കും അയക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലയോ, ഒരു ചാനലിൽ നിന്ന് വരുന്ന അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ എന്ത് ചെയ്യുന്നു? മറ്റെല്ലാ കമ്പ്യൂട്ടറിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളാരാ? ഈ പറയുന്ന ഹബ്ബാണ് അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹബ്ബ് എന്ത് ചെയ്യും? എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഡേറ്റ എന്ത് ചെയ്യും? ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും. ഓക്കെ, ഹബ്ബ് കോൺസെൻട്രേറ്റർ എന്ന് പറയപ്പെടുന്നു. ഹബ്ബിനെ വിളിക്കുന്ന മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹബ്ബിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്? കോൺസെൻട്രേറ്റർ. എന്താണ് കോൺസെൻട്രേറ്റർ? ഇംഗ്ലീഷിൽ ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കാണ്. എന്താണ് കോൺസെൻട്രേറ്റർ? എന്താണ് കോൺസെൻട്രേറ്റർ? എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റർ എന്ന് വിളിക്കുന്നത്? എടാ, ഈ ഡേറ്റ എല്ലാം ഇല്ലേ, ഒരിടത്ത് നിന്ന് വരുന്ന ഡേറ്റ മറ്റൊരിടത്തോട്ട് കടത്തി വിടുക എല്ലാം ചെയ്യുന്ന ആരാ? ഈ പറയുന്ന ഹബ്ബാ. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? കോൺസെൻട്രേറ്റർ എന്ന് വിളിക്കും. എന്താണ് കോൺസെൻട്രേറ്റർ? കാരണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇല്ലേ, ഡേറ്റകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നെറ്റ്വർക്കിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരേപോലെ നിർത്തുന്നു. അതാണ് എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രേറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ പേര് ഓർത്ത് വെച്ചിരിക്കുക. ഹബ്ബിനെ വിളിക്കുന്ന മറ്റൊരു പേര് കോൺസെൻട്രേറ്റർ. എന്ത് ഹബ്ബിന്റെ ഉപയോഗം എന്ന് അറിയാമല്ലോ, നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഡേറ്റ എല്ലാം ഷെയർ ചെയ്യാൻ ആരും ഉപയോഗിക്കും? ഹബ്ബ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആരാടെ? റൂട്ടർ. മൂന്നാമത്തെ ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? റൂട്ടർ എന്ന് പറയുന്നത് അല്ലേ. റൂട്ടർ ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. എന്താണ് റൂട്ടർ? ഓക്കെ, റൂട്ടർ എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. ഓക്കെ, ഇംഗ്ലീഷിലൂടെ പേര് പഠിച്ചോട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ ഹബ്ബ്, ഹബ്ബിന്റെ ഇംഗ്ലീഷ് നോക്കണേ. എന്താണ്? HUB ആണ് ഹബ്ബ് കേട്ടോ. HUB ഹബ്ബ്. എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് കൂടെ എഴുതി തരാം. ഓക്കെ, കാരണം നമ്മൾ പരീക്ഷകളിൽ എല്ലാവരും ചിലപ്പോൾ മലയാളത്തിൽ തന്നെ പഠിക്കണം നിർബന്ധമില്ല. ഇംഗ്ലീഷ് പഠിച്ചിട്ട് മലയാളത്തിൽ എഴുതുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഇംഗ്ലീഷിലും കൂടെ ആ പേരുകൾ ഒന്ന് എഴുതി വെക്കാം. നെറ്റ്വർക്കുകളിലൂടെ ഡേറ്റ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണിത് റൂട്ടർ. എന്താണ്? നെറ്റ്വർക്കുകളിലൂടെ ഡേറ്റ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റൂട്ടർ. അതായത് നെറ്റ്വർക്കിങ്ങിൽ നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചേക്കുമ്പോൾ അവിടെ ഡേറ്റ എന്ത് ചെയ്യാനായിട്ടാ? ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റൂട്ടർ. ഡേറ്റ എങ്ങനെ ഷെയർ ചെയ്യുന്നത്? ഡേറ്റ പാക്കറ്റുകളായിട്ടാണ്. എന്താണ്? ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടാണ്. പാക്കറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡേറ്റയെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടല്ലേ, കണ്ടിന്യൂസ് ആയിട്ടല്ല പോകുന്നത്. ഡേറ്റയെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് അല്ലേ, 1, 2, 3, 4 ഓരോരോ കല്ല് പറക്കി എറിയുന്നതൊക്കെ എന്താ ഡേറ്റ പോകുന്നത്. അതുകൊണ്ടാണ് വിളിക്കുന്നത് ഡേറ്റ പാക്കറ്റുകൾ. അപ്പം ഓരോ നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഉപകരണം. അതായത് എല്ലാവർക്കും ഡേറ്റ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഹബ്ബ് പോലെ തന്നെയാണ്, പക്ഷേ ഹബ്ബ് എന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് എന്ത് മാത്രം ചെയ്യുന്നു? ഡേറ്റ പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറയുന്നത് റൂട്ടർ എന്ന് പറയുന്ന ഉപകരണം. അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഡേറ്റ പാക്കറ്റുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറയുന്നത് റൂട്ടർ എന്ന് പറയുന്നത്. വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. മെയിനായിട്ട് എന്താണ്? ഈ ഡേറ്റ പാക്കറ്റുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതാണ് എന്ത്? റൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ നാലാമത്തെ ഉപകരണമാണ് എന്ത്? റിപ്പീറ്റർ. ഏതാണ്? റിപ്പീറ്റർ. ഓർത്തിരിക്കണം. നാലാമത്തെ ഉപകരണമാണ് റിപ്പീറ്റർ. ഇംഗ്ലീഷ് ഞാൻ താഴെ എഴുതിയേക്കാന്നുണ്ട്. റിപ്പീറ്റർ എന്നാണ് നാലാമത്തെ ഉപകരണമാണ് റിപ്പീറ്റർ. എന്തിനാ റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്? ആ പേരിൽ തന്നെയുണ്ട്, റിപ്പീറ്റ് ചെയ്യുക അല്ലേ, റിപ്പീറ്റർ. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമായിരിക്കും. നിങ്ങൾ കേബിൾ TV ഒക്കെ ഉപയോഗിക്കാറില്ല. ഇവിടെ കേബിൾ അറിയത്തില്ലയോ? കേബിൾ നമ്മളെല്ലാം പോസ്റ്റിലൂടെ ആണല്ലോ ലൈൻ വലിച്ചേക്കുന്നത്. ഈ പോസ്റ്റിലൂടെ ലൈൻ വലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ കേബിൾ വയർ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു പെട്ടി പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പെട്ടി വെച്ചിട്ടുണ്ടോ? നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിപ്പീറ്റർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് ഓരോ പെട്ടി, ഓരോരോ പോസ്റ്റിങ്ങിന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഈ പെട്ടികൾ ഇങ്ങനെ വരും, ബോക്സുകൾ, ഓരോരോ ബോക്സുകൾ ഇങ്ങനെ വെച്ചേക്കും. ഏതാ? നമ്മുടെ ഈ കേബിൾ ലൈനുകൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബോക്സുകൾ ഇങ്ങനെ വെച്ചേക്കും. എന്താ ആ ബോക്സിൻ്റെ ഉള്ള പ്രയോജനം? ഒരു സിഗ്നൽ സ്വീകരിച്ച് ഉയർന്ന തലത്തിലോ ഉയർന്ന പവറിലോ അത് വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എന്ത്? ഈ പറയുന്ന റിപ്പീറ്റർ. എന്താ റിപ്പീറ്ററിന്റെ ജോലി? അതായത് നമ്മൾ സിഗ്നൽ ഇങ്ങനെ കടത്തി വിടുമല്ലോ, സിഗ്നൽ ഇങ്ങനെ ദൂര സ്ഥലത്തേക്ക് കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും? സിഗ്നലിന്റെ ശക്തി കുറയും. എന്ത് കുറയും? ശക്തി കുറയും ഇല്ലയോ? സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. സിഗ്നൽ സ്ട്രെങ്ത് എന്ത് ചെയ്യണേ? കുറയുണ്ട്. ശക്തി കുറയും, സ്ട്രെങ്ത് കുറയും. ശക്തി കുറയുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ, ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സിഗ്നലിന് സ്ട്രെങ്ത് കാണുമോ? വല്ല രീതിയിൽ. അതായത് നമ്മളൊരു കേബിൾ ടിവിയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, കേബിൾ ടിവിയിൽ ഇങ്ങനെ സിഗ്നൽ വന്നുകൊണ്ടിരിക്കും അല്ലേ? അവിടുന്ന് തുടങ്ങിയെടുത്ത് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ശക്തി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പിക്ചർ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യേണ്ടി വരും? ശക്തി കൂട്ടേണ്ടി വരും. എന്ത് വരും? കൂട്ടേണ്ടി വരും ഇല്ലേ? എന്ത് കൂട്ടേണ്ടി വരും?
സ്ട്രെങ്ത് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? റിപ്പീറ്റർ. എന്താണ്? റിപ്പീറ്റർ. അതായത് സിഗ്നലുകൾ ദൂര സ്ഥലത്തേക്ക് കടത്തി വിടുമ്പോൾ ആ സിഗ്നലുകളുടെ ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട്. ആ ശക്തി കുറയുന്ന സമയത്ത് ആ സിഗ്നലുകളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ശക്തി കൂട്ടി വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, വീണ്ടും പ്രേക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റിപ്പീറ്റർ. റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? അതായത് എന്ത് ചെയ്യുന്നു? ഈ ഉപകരണം എന്തോ ചെയ്യുന്നത്? ശക്തി കുറഞ്ഞ ആ സിഗ്നലുകളെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ശക്തി കൂടിയ സിഗ്നലുകളാക്കി മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ആ വയറിലൂടെ കടത്തി വിടുന്നു. ഇതാണെന്ത്? ഇതിന്റെ ജോലി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കുന്നതിന്റെ ഗുണം എന്തുവാ? ഈ സിഗ്നൽ തുടങ്ങിയിട്ട് അവസാനം വരുന്നവരെ ശക്തി എന്തായിരിക്കും? ഒരേപോലെ സ്ട്രെങ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പം ഈ സിഗ്നലുകളുടെ ശക്തി കുറയുമ്പോൾ ആ ശക്തി വീണ്ടും കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? റിപ്പീറ്റർ എന്ന് പറയുന്ന ഉപകരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ത്? റിപ്പീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഏതാണ്? നമ്മൾ അടുത്ത എന്താ? അഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നില്ലേ? അഞ്ചാമത്തെ ഏതാ? ഗേറ്റ് വേ. ഏതാണ്? ഗേറ്റ് വേ. ഇതാ ഇംഗ്ലീഷ് കൂടെ എഴുതി വെക്കുന്നത്, പേരുകളെല്ലാം ഇംഗ്ലീഷ് കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗേറ്റ് വേ. എന്താണ് ഗേറ്റ് വേ? എന്തിനാ ഉപയോഗിക്കുന്നത്? തികച്ചും വ്യത്യസ്തമായ പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലയോ? എന്താണ് ഗേറ്റ് വേയുടെ ലക്ഷ്യം? ഗേറ്റ് വേ എന്ത് ചെയ്യുന്നു? ഡിഫറൻറ്റ് പ്രോട്ടോകോൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടോകോളുകളുള്ള, വ്യത്യസ്തമായിട്ടുള്ള റൂളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താ, എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ നെറ്റ്വർക്കിങ്ങിലും ഒരേ പ്രോട്ടോകോൾ ആയിരിക്കത്തില്ല ഫോളോ ചെയ്യുന്നത് അല്ലയോ? അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോളുകളെ തമ്മിൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം? ഗേറ്റ് വേ വേണം. എന്ത് വേണം? ഗേറ്റ് വേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേര് നോക്കണം. ഗേറ്റ് വേ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലയോ? തുറന്നിട്ട ഗേറ്റ് വേ, അത് നമുക്ക് വരാനുള്ള ഒരു വഴി എന്നൊക്കെയാണ് ഗേറ്റ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ലയോ? അപ്പോൾ എന്തുവാ? വരാനുള്ള വഴി, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കിനെ ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഗേറ്റ് വേ അല്ലയോ? ഒരേ കണക്കുള്ളവരാണെങ്കിൽ വരേണ്ട കാര്യമില്ലല്ലോ, അവർ ഒരുമിച്ചായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം വ്യത്യസ്തരായുള്ള ഒരാളെ ഇങ്ങോട്ട് വരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗേറ്റ് വേ ആണ്, ഒരു വഴിയാണെന്ന് പറയുന്നത് ഗേറ്റ് വേ എന്ന് പറഞ്ഞ ഉപകരണം. സോ ആ രീതിയിൽ മനസ്സിലാക്കി ഒരു കോഡോടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ കടന്നു വരാൻ ഒരു വഴിയായിട്ട് മാറുന്നത് എന്തുവാ? ഗേറ്റ് വേ. സോ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടോകോളുകൾ തമ്മിലുള്ള ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്ന സാധനം? ഈ പറയുന്ന ഗേറ്റ് വേ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമാനമായിട്ടുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, ബ്രിഡ്ജ്. അടുത്ത ആറാമത്തെ ആണെന്ന് പറയുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താ ബ്രിഡ്ജ് എന്ന് പറയുന്നത്? ഒരു ലാൻ്റെ രണ്ട് സെഗ്മെന്റുകളെയോ രണ്ട് ലാനുകളെയോ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ? എന്താ ഉപയോഗിക്കുന്നത്? അതിന്റെ മെയിൻ സാധനം എന്തുവാണ്? അതിന്റെ മെയിൻ സാധനം, മെയിൻ പോയിന്റ് ഇവിടെ കിടക്കുക. ആദ്യമേ ഞാൻ ആ പോയിന്റ് പറയാം. എന്താണ്? സമാന പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലയോ? എന്താണ് ഈ പറയുന്ന ബ്രിഡ്ജിന്റെ പ്രത്യേകത? സമാന പ്രോട്ടോകോൾ, ഒരേ പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യില്ലേ? ഒരേ സ്വഭാവമുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നില്ലേ? രണ്ട് ഇടയിൽ ഒരു പാലം പോലെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഒരേ സ്വഭാവമുള്ള എന്ത് പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ മറ്റൊരു പ്രത്യേകത എന്തുവാ? ഒരു ലാൻ്റെ രണ്ട് സെഗ്മെന്റുകളെയോ രണ്ട് ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു കേട്ടോ. അത് കൂടെ ഓർത്ത് വെച്ചുക. ഒരു ലാൻ്റെ തന്നെ, ലാൻ എന്ന് പറയുന്ന ഇതിന്റെ തന്നെ രണ്ട് സെഗ്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ട് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യാനോ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. അപ്പോൾ ലാൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഓൾറെഡി നമ്മൾ പണ്ട് പഠിച്ചുള്ളൂ. എന്തോ ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇത് ലാൻ്റെ ഫുൾ ഫോം. എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ വളരെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മുടെ ഒരു സ്കൂൾ ലാബിലെ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിനുള്ളിലെ നെറ്റ്വർക്കോ അത്തരം ചെറിയ നെറ്റ്വർക്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുവാ? ഇതൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് അല്ലേ? നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു തരം നെറ്റ്വർക്കിംഗ് ആണെന്ത്? ലാൻ. നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് ടൈപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ലാൻ മാത്രമല്ല, ഇവിടെ വാൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ വാൻ. ഇത് കൂടാതെ മറ്റൊരെണ്ണമാണെന്ത്? വാൻ. വാൻ എന്തുവാ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു വലിയ എന്താണ് ജോഗ്രഫിക്കൽ ഏരിയ, ഒരു വലിയ ഭൂപ്രദേശം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന, അതായത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത്? വാൻ എന്ന് പറയുന്നത് അല്ലേ? വൈഡ് ഏരിയ, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഏരിയ. അതിന് എക്സാമ്പിൾ ഏതാ? നമ്മുടെ ഇന്റർനെറ്റ് അതിനൊരു എക്സാമ്പിളാണ്. എന്താണ് എക്സാമ്പിൾ? ഇന്റർനെറ്റ്. കാരണം ഇന്റർനെറ്റ് ലോകം മൊത്തം നിറഞ്ഞിരിക്കില്ലൂടെ? ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ അതിനാണ് ഒരു എക്സാമ്പിൾ ആണ് വാൻ എന്നതിനൊരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്തുവാ? ചെറിയ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. ഒരു ഓഫീസ് ബിൽഡിങ്ങിലെയോ ഒരു സ്കൂൾ ലാബിലെയോ അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്ക് നെറ്റ്വർക്ക് ആണത് ലാൻ എന്ന് പറയുന്നത്. വാൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ നെറ്റ്വർക്ക് ആണത് വാൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ. ഏതാ? ഓർമ്മ കാണുമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ. ഇത് കൂടാതെ മറ്റു കാര്യങ്ങളുണ്ട്. എന്താ? ഞാൻ പറയാം. അത് കൂടാതെ ഉള്ള എന്താണ്? ഒന്നാണെന്ത്? മാൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടായിരിക്കും. മാൻ എന്തുവാ? മെട്രോപൊളിറ്റൻ. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്.
അതുകൂടാതെ മറ്റൊരെണ്ണമുണ്ട് പാൻ. എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് പാൻ എന്ന് പറയുന്നത്? PAN ആണ് പാൻ കേട്ടോ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ആദ്യം മാൻ പറയാം. മാൻ എന്തുവാ? മെട്രോപൊളിറ്റൻ ഏരിയ. എന്തോ മെട്രോപൊളിറ്റൻ ഒരു വലിയ സിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? മെട്രോപൊളിറ്റൻ. ഒരു വലിയ അല്ലേ കുറേ ജനസംഖ്യ കൂടിയ സിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? മെട്രോപൊളിറ്റൻ. അപ്പോൾ എന്തോ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വെച്ചാൽ ഒരു സിറ്റി മൊത്തം കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട്, ഒരു ജില്ല മൊത്തം കവർ ചെയ്യുന്നതായിട്ടുള്ള നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാൻ. അതായത് ഉദാഹരണത്തിന് ഒരു കേബിൾ TV നെറ്റ്വർക്ക് ഇല്ലയോ, വേണമെങ്കിൽ നമുക്ക് അത് പറയാം. കേബിൾ TV നെറ്റ്വർക്ക് എന്തിന് എക്സാമ്പിളാണ്? മാൻ എക്സാമ്പിളാണ്. അതായത് അതൊരു ജില്ല മൊത്തം നിറഞ്ഞിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് മൊത്തം, അല്ലെങ്കിൽ ഒരു സിറ്റി മൊത്തം, ഒരു നഗരം മൊത്തം നിറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്കാണ് എന്ത്? മാൻ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്തുവാ? ഇത് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നെറ്റ്വർക്കാണ് എന്ത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്തോ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്? ഒരു കമ്പ്യൂട്ടറും അതിന് ചുറ്റും കണക്ട് ചെയ്തേക്കുന്ന കുറേ ഡിവൈസും കൂടെ ചേർന്ന നെറ്റ്വർക്കാണ് എന്ത്? പാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ, ഒരു പ്രിന്റർ, ഒരു സ്പീക്കർ, ഒരു മൗസ്, നമ്മുടെ വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ചെറിയ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയും കേട്ടോ. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് ഏതാ? പാൻ ആണ്. ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാ? വാൻ ആണ് കേട്ടോ. വാൻ എന്തോ? വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഏറ്റവും വലുത് വാനും ഏറ്റവും ചെറുത് എന്തുവാ? പാനുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 4 എന്തുവാ? നെറ്റ്വർക്കിംഗ് ടൈപ്പുകളാണ്, നെറ്റ്വർക്കിന്റെ ടൈപ്പുകളാണ്. ഈ ടൈപ്പിൽപ്പെട്ട 2 ലാനുകളെയോ അല്ലെങ്കിൽ ഒരു ലാൻ്റെ 2 സെഗ്മെന്റുകളെയോ കണക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഉപകരണം. ഏതാണ്? ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഉപകരണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരേ തരം നെറ്റ്വർക്ക്. അതുകൊണ്ട് ഒരു ലാൻ്റെ 2 സെഗ്മെന്റോ അല്ലെങ്കിൽ 2 ലാനുകളെ തമ്മിൽ ഒരേ പ്രോട്ടോകോൾ വരുന്നുണ്ടോ? അപ്പോൾ ഒരേ പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും എക്സ്ട്രാ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓർത്തിരിക്കുക, ഇതെല്ലാം പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് എന്തുവാ? സ്വിച്ച്. അടുത്തയാണെന്ത്? സ്വിച്ച് എന്ന് പറയും. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തയാണെന്ത് നമ്മൾ പറയുന്നത്? സ്വിച്ച് ആണ്. സ്വിച്ച്, ഇംഗ്ലീഷിൽ സ്വിച്ച് എന്ന് പറയും. അപ്പോൾ എന്താണ് സ്വിച്ച്? ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളാക്കി വേർതിരിക്കുന്ന ഉപകരണം ഇല്ലയോ? ഒരു സെഗ്മെന്റുകളെ, അതായത് ഒരു നെറ്റ്വർക്കിനെ എന്തിനാട്ടാ? സെഗ്മെന്റുകളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളാക്കി. സെഗ്മെന്റ് ആക്കുന്ന വെച്ചാൽ പല പല ഘടകങ്ങളായിട്ട് അല്ലേ, കുഞ്ഞു കുഞ്ഞു ഘടകങ്ങളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടറും, അതിനകത്ത് വേണമെങ്കിൽ പ്രിന്ററുകൾ കാണാം, കമ്പ്യൂട്ടർ കാണാം, പ്രിന്റർ കാണാം, പിന്നെന്തോടെ വേറെ ഡിവൈസുകൾ കാണത്തില്ലേ, അത് കണക്ക് തന്നെ നമുക്ക് സ്കാനറുകൾ കാണാം. അങ്ങനെയുള്ള ഈ ഡിവൈസുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യണം? ഓരോരോ സെഗ്മെന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ, സെഗ്മെന്റ് ആയിട്ട് ഡേറ്റയെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന് ഓരോന്നിനും കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സ്വിച്ച് എന്ന് പറയുന്ന ഉപകരണം. നെറ്റ്വർക്കിനെ ചില സെഗ്മെന്റുകളാക്കി മാറ്റാൻ എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ ഈ പറയുന്ന സ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉപകരണമാണ് സ്വിച്ച്. അടുത്ത ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്തുവാ? ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ കുറിച്ചാണ്, നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത്രയും നേരം പറഞ്ഞത്. അതിന്റെ കൂടെ 2 കാര്യം കൂടെ പറഞ്ഞു പോവാണ്. ഈ പറയുന്ന 2 കാര്യങ്ങൾ എന്തല്ല? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളല്ല കേട്ടോ. ഓർത്തിരിക്കുക, ഈ പറയുന്ന ഒരിക്കലും നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ല. നമ്മൾ അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നത് നെറ്റ്വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2 ടേമുകളാണ്, അതുകൊണ്ട് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇനി പറയുന്ന 2 എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളല്ല, നെറ്റ്വർക്കിംഗുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ISP. എന്തോടെ ISPയുടെ ഫുൾ ഫോം? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഇല്ലയോ? ISP എന്തുവാ? ഇന്റർനെറ്റ്. നോക്കെ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പേര് തന്നെ കിട്ടി. എന്തുവാ? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ എന്തോടെ? ഇന്റർനെറ്റ് തരുന്നത് ആരോ അവരാണെന്ത്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ നമുക്ക് ആരാണോ ഇന്റർനെറ്റ് തരുന്നത് അവരെ വിളിക്കുന്ന പേരാണെന്ത്? ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് നൽകുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണെന്ത്? ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമുക്ക് ആരുടെ ഇന്റർനെറ്റ് തരുന്നത്? അപ്പോൾ എനിക്ക് ഇന്റർനെറ്റ് തരാണ് എയർടെൽ ആണ്, കാരണം എയർടെലിന്റെ സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് ഇന്റർനെറ്റ് തരുന്ന എയർടെലാണ്. ചിലപ്പോൾ അതാണ് കാരണം മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് വോഡാഫോൺ ആയിരിക്കാം ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുന്ന ജിയോ ആയിരിക്കാം. അപ്പോൾ ആരാണോ നമുക്ക് ഇന്റർനെറ്റ് തരുന്നത് അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെ, ISP അല്ലേ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? BSNL. BSNL ഫുൾ ഫോം എന്തുവാ? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്തുവാണ് ഈ പറയുന്ന VSNL ഫുൾ ഫോം? വിദേശ് സഞ്ചാർ. വിദേശം കേട്ടോ, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. എന്താണിത്? ഇതാണെന്ത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്ത കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്?
BSNL കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്ത ഇന്റർനെറ്റ് കൊണ്ടുവന്ന കമ്പനിയാണ് ആരെന്ന് പറയുന്നത് BSNL. എന്തുവാ? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി കേട്ടോ, സർക്കാർ കമ്പനി കേട്ടോ. BSNLന്റെ മറ്റൊരു കമ്പനിയാണ് കേട്ടോ. BSNLന്റെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് BSNL. എന്താണത്? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇന്റർനെറ്റ് കൊണ്ടുവന്ന കമ്പനിയാണ് എന്ത്? ഈ പറയുന്ന BSNL. ഇനി അടുത്ത എയർടെൽ, ഏഷ്യാനെറ്റ് ഒക്കെ ബ്രോഡ്ബാൻഡ് ഇല്ലേ ഇവിടെ? അതാണ് അങ്ങനെ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ഉണ്ട്. റിലയൻസിന്റെ ആണ് ജിയോ എന്നൊക്കെ പറഞ്ഞില്ലയോ. അപ്പോൾ ഈ കമ്പനികളെല്ലാം നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം കമ്പനികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഡിവൈസുകളുടെ കൂടുതൽ ലാസ്റ്റ് പറയുന്നത് OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഓക്കെ, ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേട്ടോ? ഫുൾ ഫോം എന്തുവാ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേട്ടോ. OFC എന്ന് വിളിക്കും. എന്താ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള്? ഇതൊരു കേബിൾ ആണ് അല്ലേ, ഒരു വയറാണ്. ഈ വയറിന്റെ പ്രത്യേകത എന്തുവാ? ഇന്റർനെറ്റ് വളരെ വേഗത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വയറാണ്, ഒരു കേബിളാണ് എന്ത്? ഫൈബർ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഉയർന്ന വേഗതയിൽ ഡേറ്റ കൈമാറാൻ ഉപയോഗിക്കുന്ന മീഡിയം അല്ലയോ. അതായത് ഇന്റർനെറ്റിലൂടെ നമുക്ക് ഡേറ്റ വളരെ സ്പീഡിൽ കൈമാറാൻ, ഡേറ്റയുടെ സ്പീഡ് കേട്ടോ, ഡേറ്റ വളരെ സ്പീഡിൽ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് ഈ OFC. എന്താണെന്ന് അറിയത്തില്ല, വയറാണ് ഇല്ലയോ, ഗ്ലാസ് പോലത്തുള്ള പ്ലാസ്റ്റിക് പോലത്തുള്ള നാരുകൾ പോലെ കാണപ്പെടുന്ന വയറാണെന്ന് പറയുന്നത് OFC. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പറയുന്ന റോഡിലൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ, റോഡിനകത്ത് ഇങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടുണ്ട്. എന്തോ OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നാര് പോലെ ഇരിക്കും, ഗ്ലാസിന്റെ അല്ലെ പ്ലാസ്റ്റിക്കിന്റെ നാര് പോലെ ഇരിക്കും. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിനകത്തൂടെ ലൈറ്റ് ആണ് കടന്നു പോകുന്നത്. എന്താ കടന്നു പോകുന്നത്? ഇതിനകത്തൂടെ ഈ കറണ്ട് അല്ല കടന്നു പോകുന്നില്ലയോ, കറണ്ട് സിഗ്നൽസ് അല്ല, അല്ലെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ല ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. ഇതിനകത്തൂടെ കടന്നു പോകുന്നത് എന്തുവാ? ലൈറ്റ് സിഗ്നൽസ്. ഓർത്തിരിക്കുക, അതാണ് ലൈറ്റ് സിഗ്നൽസ് ആ കടന്നു പോകുന്നത്. അതായത് ഡേറ്റ എന്തിന്റെ ഫോമിലാണ് പോകുന്നത്? ലൈറ്റ് സിഗ്നലുകളുടെ ഫോമിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീഡ് വളരെ വലുതായിരിക്കും. കാരണം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത് എന്തുവാ? ലൈറ്റ് ആണ് കേട്ടോ. ലൈറ്റ് ആണ് ഏറ്റവും സ്പീഡ്. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാലോ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റിന്റെ സ്പീഡ് അല്ലയോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 3 ലക്ഷം എത്ര പൂജ്യമാണ്? 5 പൂജ്യം അല്ലയോ. 3 ലക്ഷം എന്താണ്? കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ആരുടെ സ്പീഡ്? ഈ എഴുതിയേക്കുന്ന വാല്യൂ തന്നെയാണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയേക്കുന്നത്. എന്തുവാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എന്ത്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്ററിലാക്കി. അതായത് എന്താ? ഒരു സെക്കൻഡിൽ എത്ര ദൂരമാണ് പോകുന്നത്? 3 ലക്ഷം കിലോമീറ്റർ അവർ ഒറ്റ സെക്കൻഡിൽ ലൈറ്റ് സ്പീഡ് ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം എത്തും? 3 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ ആരെത്തുന്ന ലൈറ്റ്. ഭയങ്കര ഫാസ്റ്റ് അല്ലയോ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വസ്തുവാണെന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈറ്റ് സിഗ്നലുകളായിട്ടാണ് എന്ത് കടത്തിവിടുന്നത്? ഈ OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ആരെ കടത്തിവിടുന്നത്? നമ്മുടെ ഈ പറയുന്ന ഡേറ്റയെ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീഡ് എന്തായിരിക്കും? വളരെ ഫാസ്റ്റ്. നമ്മുടെ ഈ നെറ്റൊക്കെ ഇത്രയും 4G, 5G, 6G ഒക്കെ വരാൻ കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് മാറിയതുകൊണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന നോർമൽ കേബിളുകളാണ് അല്ലേ, വയർ, ഈ കോപ്പർ വയറുകളാണ് ഉപയോഗിച്ചിരുന്നത്. ആ കോപ്പർ വയറുകൾ ഉപയോഗിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്പീഡ് കുറഞ്ഞാണ് എന്ത്? ഡേറ്റ. അതുകൊണ്ടാണ് നമുക്ക് അന്ന് 2G ഒക്കെ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ OFCയിലേക്ക് മാറിയപ്പോഴത്തേക്ക് മൊത്തം ടെക്നോളജി മാറി. എന്ത് മാറി? 3G, 4G, 5G ഒക്കെ നമ്മൾ അല്ലേ. 5G വന്നപ്പോൾ 6G ആയി ഇല്ലയോ. 6G വരെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് പോകാനായിട്ട് മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന OFC വന്നതിലൂടെ കേട്ടോ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ, അതായത് ഡിഫറൻറ്റ് നെറ്റ്വർക്കുകളെ കുറിച്ച് പറഞ്ഞു, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോലും ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ്, നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചാണ്, നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് OSI എന്ന് പറയുന്നത് കേട്ടോ. നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ കണക്ട് ചെയ്യാനും അവിടെ കണക്ട് ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് എന്ത്? OSI. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. എന്താണ് ഫുൾ ഫോം? OSI എന്ന ഫുൾ ഫോം എന്താണ്? ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ എന്നതാണ് എന്ത്? OSIയുടെ ഫുൾ ഫോം. അതായത് നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസ്, ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്? OSI എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കാണ് OSI എന്ന് പറയുന്നത്. ഈ OSIക്ക് 7 ലെയറുകളുണ്ട്. എത്ര ലെയർ ഉണ്ട്? 7 ലെയേഴ്സ് ഉണ്ട്. അതായത് ഈ OSI എന്ന് പറയുന്ന ഇന്റർഫേസിന്, ഈ ഒരു ടെക്നിക്കിന്, ഈ ഒരു പ്ലാറ്റ്ഫോമിന് എത്ര ലെയറുകളുണ്ട്? 7 ലെയറുകളുണ്ട്. ഓക്കെ, ഈ ഓരോ ഡിവൈസിലും, ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഡിവൈസുകൾ പറഞ്ഞല്ലോ, മോഡ് ആവട്ടെ, ഹബ് ആവട്ടെ, റൂട്ടർ ആവട്ടെ, ഏത് ഡിവൈസ് ആയാലും ഈ ഓരോ ഡിവൈസിലും പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന OSI മോഡലിന്റെ 7 ലെയറുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ OSI മോഡലിന്റെ ഏതെങ്കിലും ഒരു ലെയറിലായിരിക്കും ഞാൻ ഈ പറഞ്ഞ 7 ഡിവൈസുകളിൽ, ഞാൻ ഈ പറഞ്ഞ
എന്താണ് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ ഏതെങ്കിലും ഒരെണ്ണം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തോ പ്രത്യേകത? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ ഉപകരണം നെറ്റ്വർക്ക് ലെയറിന്റെ ഏത് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയറിന്റെ ഇന്ന ലെയറിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണെന്നൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യം തന്നെ അല്ലയോ, എക്സ്ട്രാ പറയേണ്ട കാര്യമല്ലല്ലോ. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ഒരു ഭാഗമാണല്ലയോ. ഇതിനെക്കുറിച്ച് ആദ്യം ആർക്കും അറിയത്തില്ല. ഇത് പരീക്ഷയ്ക്ക് അന്ന് വന്നപ്പോൾ പലരും സ്കിപ്പ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, PSC അത്രയും ലെവലിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലെവലിലേക്ക് എന്ത് ചെയ്യണം? പോകണം. ഓക്കെ, അപ്പോൾ ഈ ലെവലിലേക്ക് പോകാനായിട്ട് നമ്മുടെ കോച്ചിങ് എന്ത് ചെയ്യണം? ആ ലെവലിലേക്ക് ഉയർത്തണം. അപ്പോൾ ആ ലെവലിലേക്ക് ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ലെവലിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആപ്പുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് കയറി ക്ലാസ് കണ്ടിട്ട് അല്ലയോ നമ്മളൊരു ജോലി തീർക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് അതിൽ കയറി ക്ലാസ് കണ്ടിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കിട്ടുന്ന ആപ്പ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്താണ്? വളരെ മികച്ച ഒരു ആപ്പാണ്. ഇത്തരത്തിലുള്ള റൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിലുണ്ട്. വളരെ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ നിലവിലുണ്ട്. അതുകൂടാതെ തന്നെ ആപ്പിനകത്ത് ഒരു ഗെയിമിഫൈഡ് ആപ്പാണ് അല്ലയോ. ഗെയിം ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ എങ്ങനെയൊക്കെ, അതായത് ഓരോ പരീക്ഷയുടെ പ്രത്യേകം ക്വസ്റ്റ്യൻ, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇനി എക്സാം ബേസ് അല്ലെങ്കിൽ ഓരോ ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ഓരോ പരീക്ഷകളിൽ തന്നെ അതിനകത്ത് തന്നെ എന്താ ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് രീതിയിലും പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് അതിന് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രത്യേകം നമുക്ക് എടുക്കാവുന്ന രീതിയിൽ. അതുമാത്രമല്ല നമ്മുടെ ഈ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യത്തില്ല ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്. കാരണം അത്രയും നല്ല ഒരു ഇൻ്റർഫേസ് ഉള്ള യൂസർ ഇൻ്റർഫേസ് ഉള്ള ആപ്പാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സുഖമാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ, നല്ല നല്ല ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ് നമ്മുടെ ആപ്പിൽ, ഇതിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നല്ല നല്ല ക്ലാസ്സുകളായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എന്താ പറഞ്ഞത്? OSI ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷനകത്ത് എത്ര ലെയറുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 ലെയർ. അപ്പോൾ ഈ പരീക്ഷ ചോദിച്ചതാ ഏത് ലെയറിലാണ് ഇന്ന. അപ്പോൾ ഉദാഹരണത്തിന് ചോദിച്ചതാ റൂട്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഏത് ലെയറിലാണ്, എത്രാമത്തെ ലെയറിലാണ് പ്രവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എത്ര ലെയർ ഉണ്ടെന്നും ഓരോ ലെയറിലും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അറിയണം. ഓക്കെ, ഞാൻ ഓരോ ലെയറുകളും പറയാം. ആ ലെയറുകളിൽ ഉള്ള ഉപകരണങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയുകയാണ്. എത്ര ലെയർ ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 ലെയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ 7 ലെയർ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഒന്ന് പറയാനായിട്ട് പോവാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലെയർ ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത്തെ ലെയറിനെ വിളിക്കുന്ന പേര് ഫിസിക്കൽ ലെയർ എന്നാണ്. എന്താണ്? ഫിസിക്കൽ ലെയർ. ഒന്നാമത്തെ ലെയർ ഫിസിക്കൽ ലെയർ. അപ്പോൾ ഫിസിക്കൽ ലെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്മുടെ സാധാരണ വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലയോ, അതായത് ഒപ്റ്റിക്കൽ സിഗ്നലുകൾ, അല്ലെങ്കിൽ റേഡിയോ സിഗ്നലുകൾ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ. ഓക്കെ, ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ സിഗ്നലുകൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതും അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സിഗ്നൽ ഏതൊക്കെയാ? റേഡിയോ. ഓർത്ത് വെച്ചോ കേട്ടോ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സിഗ്നൽ ഏതാ? റേഡിയോ സിഗ്നൽസ്. അപ്പോൾ ഈ റേഡിയോ സിഗ്നൽസ് ഒക്കെ ഇതേ പറഞ്ഞ ഒപ്റ്റിക്കൽ സിഗ്നൽ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നലിലേക്ക് കൂടെ പോകുന്നത് നമ്മുടെ OFC കേബിളിൽ കൂടെ കടന്നു പോകുന്ന സിഗ്നലാണ് ഒപ്റ്റിക്കൽ സിഗ്നൽ. നമ്മുടെ സാധാ വയറിൽ കൂടെ പോകുന്ന സിഗ്നലാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇനി റേഡിയോ സിഗ്നൽ എന്ന് വെച്ചാൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സിഗ്നലാണ് റേഡിയോ സിഗ്നൽ. അപ്പോൾ ഈ സിഗ്നലുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് വിളിക്കുന്നത് ഫിസിക്കൽ ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെയറിനകത്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കും? ഇത്തരം സിഗ്നലുകൾ ഉപയോഗിച്ചായിരിക്കും ഫിസിക്കൽ ലെയറിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുമാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിരിക്കും അവിടെ വരുന്നത് ഫിസിക്കൽ ലെയറിനകത്ത് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫിസിക്കൽ ലെയറിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത അവിടെ ഉപയോഗിക്കുന്ന സിഗ്നൽ ഏതൊക്കെയാ? ഒപ്റ്റിക്കൽ സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽ, റേഡിയോ സിഗ്നലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉപകരണങ്ങളുടെ പേര് ഓർത്തോളൂ കേട്ടോ. ഏതൊക്കെ ഉപകരണങ്ങളാണ് ഈ പറയുന്ന ഫിസിക്കൽ ലെയറിൽ വരുന്നത്? ഏതൊക്കെയാണ്? ഒന്ന് മോഡം എന്ന് പറയുന്ന ഉപകരണം എവിടെ വരുന്നത്? ഫിസിക്കൽ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് മോഡം എന്ന ഉപകരണം? ഏതാ? ഈ പറയുന്ന OSI മോഡലിലെ ഫിസിക്കൽ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹബ്ബ്, ഓക്കെ, മോഡം, ഹബ്ബ്, റിപ്പീറ്റർ, ഇവയെല്ലാം പ്രവർത്തിക്കുന്ന ഏതാണ്? OSI മോഡലിന്റെ ഏതാണ്? ഒന്നാമത്തെ ലെയർ ആയിട്ടുള്ള ഫിസിക്കൽ ലെയറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്കൽ ലെയറിന്റെ പ്രത്യേകത എന്തുവാ? ഒപ്റ്റിക്കൽ സിഗ്നൽ, ഇലക്ട്രിക് സിഗ്നൽ, റേഡിയോ സിഗ്നൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ലെയർ. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ലെയർ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഉപകരണങ്ങൾ ഏതാണ് അതിൻ്റെ പ്രത്യേകതയും പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് ഡേറ്റ ലിങ്ക് ലെയർ കേട്ടോ.
ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണെന്നായിരുന്നു ചോദ്യം കേട്ടോ. ഓക്കെ, ഡേറ്റ ലിങ്ക് ലെയർ. ഡേറ്റ ലിങ്ക് ലെയറിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ മാക് അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ, എന്ത് അഡ്രസ്സാ? മാക് അഡ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അല്ലേ. മാക് അഡ്രസ് ഉപയോഗിച്ചാണ് ഡേറ്റകൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പരസ്പരം ഷെയർ ചെയ്യുന്നത്. എന്തോ മാക് അഡ്രസ്. അപ്പോൾ അറിയേണ്ട ഒരു കാര്യമാണ് മാക് അഡ്രസ്. എന്താണ് മാക്? മാക് എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ആണ് കേട്ടോ. എന്താണ് അതിന്റെ ഫുൾ ഫോം? മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. എന്താണ് മാക്കിന്റെ ഫുൾ ഫോം? മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, മാക് എന്ന് പറയുന്നത്. ഈ പറയുന്ന അഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡേറ്റ ലിങ്ക് ലെയർ പ്രവർത്തിക്കും. എന്താണ് മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ IP അഡ്രസ് കിട്ടണം. എന്തോ IP അഡ്രസ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് പറയില്ലേ. അതായത് ഇന്റർനെറ്റിലേക്ക് കടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, IP അഡ്രസ്. എന്നാൽ മാക് അഡ്രസ് എന്ന് വെച്ചാൽ അല്ലേ, നമ്മളൊരു നെറ്റ്വർക്ക് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഹാർഡ്വെയറുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ആണ് എന്ത്, ഈ പറയുന്ന മാക് അഡ്രസ്. അവിടെ ഇന്റർനെറ്റ് വേണമെന്നില്ല, ഇന്റർനെറ്റിന്റെ ഒരു കാര്യം വേണ്ട. നമ്മളിപ്പോൾ ഉദാഹരണം ഒരു പ്രിന്റർ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പ്രിന്റർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മാക് അഡ്രസ് എന്ന് പറയുന്നത്. എല്ലാ നമ്മൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാണുള്ള എല്ലാത്തിനും എന്ത് കാണും, ഒരു മാക് അഡ്രസ് കാണും. ഈ മാക് അഡ്രസ് ഉപയോഗിച്ചായിരിക്കും അവിടെ ഡിവൈസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നതിന്. ഓക്കെ, ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ പറയുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് എന്ന് പറഞ്ഞ അഡ്രസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയുള്ള ഉപകരണങ്ങൾ പഠിച്ചേക്കണം. ഏതൊക്കെയാണ് ഉപകരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒന്നാമത്തെ ഏതാ? സ്വിച്ച്. ഏതാ? ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഉപകരണമാണ് എന്ത്, സ്വിച്ച്. ഉപകരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, സ്വിച്ച്. രണ്ടാമത്തെ ഏതാണ്? ബ്രിഡ്ജ്. അടുത്ത ഏതാ? ബ്രിഡ്ജ്. സ്വിച്ച്, ബ്രിഡ്ജ്. അടുത്തയാണ് എന്താ? NIC. NIC എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. എന്താണ്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ് NIC കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ് കേട്ടോ. ഇന്റർഫേസ് കാർഡാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ NIC. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഈ NIC. കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, NIC, നെറ്റ്വർക്ക് ഇന്റർഫേസിംഗ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് ഡിവൈസുകൾ എവിടെ പ്രവർത്തിക്കുന്നത്? ഡേറ്റ ലിങ്ക് ലെയറിലാണ്. ഓക്കെ, ക്ലിയർ ആയിക്കല്ലോ. ഡേറ്റ ലിങ്ക് ലെയറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഈ മൂന്ന് ഡിവൈസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലെയറിലേക്ക് പോകാം. ഇപ്പോൾ 2 ലെയറിലേ ഉള്ളൂ, ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ലെയർ ആണ് എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. വളരെ ഈ 3 ലെയർ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 3 ലെയറുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബാക്കി ലെയറുകളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല കേട്ടോ. 3 ലെയറുകളാണ് ഇമ്പോർട്ടൻ്റ്. ബാക്കി ലെയറുകളൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ചുമ്മാ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഈ 3 ആദ്യത്തെ ഫിസിക്കൽ, ഡേറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ഈ 3 ലെയർ വളരെ ഇമ്പോർട്ടൻ്റ്. അത് പഠിക്കാതെ പോകരുത്. ബാക്കി വിട്ടുപോയാലും കുഴപ്പമില്ല, ഇത് ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ലെയറിന്റെ പ്രത്യേകത വെച്ചാൽ IP അഡ്രസ് ഉപയോഗിക്കുന്ന ലെയറുകളാണ് എന്ത്, നെറ്റ്വർക്ക് ലെയറുകൾ. ആ IP അഡ്രസ് ഉപയോഗിച്ച് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. IP അഡ്രസ് വെച്ചാൽ എന്തോടെ ഓൾറെഡി പഠിച്ചു, എന്തോ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, IP അഡ്രസ് കേട്ടോ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, IP അഡ്രസ്. ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന എന്ത്, നെറ്റ്വർക്ക് ലെയർ ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ പറയാം. ഏതൊക്കെയാണ്? ഒന്ന് ഏതാ അതിന്റെ ഡിവൈസുകൾ? ഒന്ന് ഈ പറയുന്ന റൂട്ടർ. ഏതാ? റൂട്ടർ. ഓക്കെ, ഒന്ന് റൂട്ടർ. രണ്ട് ഗേറ്റ് വേ. ഗേറ്റ് വേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഗേറ്റ് വേ എല്ലാ ലെയറുകളിലും പ്രവർത്തിക്കുന്ന ഉപകരണം കേട്ടോ. ഗേറ്റ് വേ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 ലെയറുകളിലും പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. ഏതായാലും പ്രധാനമായിട്ട് പറയുന്നത് ഏതാ? തേർഡ് ലെയർ കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തേർഡ് ലെയർ ആണ്. പക്ഷേ എല്ലാ ലെയറിലും ആര് പ്രവർത്തിക്കും? ഈ ഗേറ്റ് വേ എന്ന് പറയുന്ന ഉപകരണം പ്രവർത്തിക്കും. ഓക്കെ, ഇനി നാലാമത്തെ ലെയർ ആണെന്ന് പറയുന്നത്, നാലാമത്തെ ലെയർ ആണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ലെയർ കേട്ടോ. എന്താണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ലെയർ? ഒന്നുമില്ല, ട്രാൻസ്പോർട്ട് എന്ന ലെയർ എന്ന് വെച്ചാൽ ഡേറ്റയെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, ഡേറ്റയെ കടത്തി വിടാനായിട്ട് ഉപയോഗിക്കുന്ന ലെയർ ആണെന്ത്, അതായത് ഇന്റർനെറ്റിലേക്ക് കടത്തി വിടാൻ ഉപയോഗിക്കുന്ന ലെയർ ആണെന്ത്, ട്രാൻസ്പോർട്ട്. അവിടെ ഡേറ്റയൊക്കെ എന്തുവാ ഡീകോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടോ ഒക്കെ ഡേറ്റയെ കടത്തി വിടും. അതിനകത്ത് ഉപകരണങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. അവിടെ ഉപകരണമല്ല, ഫിസിക്കൽ ഉപകരണങ്ങളൊന്നും അവിടെ ഇല്ല. അല്ലാതെ എന്തുവാ ജസ്റ്റ് ഡേറ്റ എന്ത് ചെയ്യുന്നുള്ളൂ, കടത്തി വിടുന്നേ ഉള്ളൂ. അവിടെ ഉപകരണങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഈ 4th ലെയറിലൊന്നും ഉപകരണങ്ങളില്ല. വേണേൽ പറയാം ഗേറ്റ് വേ ഉണ്ടെന്ന് വേണേൽ പറയാം, വേറെ ഉപകരണങ്ങളൊന്നും ഇല്ല. 5th ലെയർ ആണ് അത് സെഷൻ എന്ന് പറയുന്ന ലെയർ കേട്ടോ. 5ാമത്തെ ലെയർ ആണ് സെഷൻ. ഇതെന്താന്ന് വെച്ചാൽ ഇല്ലേ, നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സെഷനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. അതായത് നെറ്റ്വർക്കിന്റെ പല സെഷനുകൾ കാണും അല്ലയോ, ആ സെഷനുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയർ ആണെന്ത്, സെഷൻ ലെയർ എന്ന് പറയും. 6ാമത്തെ ലെയർ ആണ് പ്രസന്റേഷൻ ലെയർ. അതായത് നമ്മുടെ അവിടുത്തെ ആ ലെയറുകളെ അല്ലെങ്കിൽ ഡേറ്റയൊക്കെ എന്താ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്തൊക്കെ ഡേറ്റകളെ അയക്കാനും ഡേറ്റയ്ക്കൊക്കെ ഫോർമാറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ലെയർ ആണെന്ത്, പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. 7ാമത്തെ ലെയർ ആണെന്ത്, ആപ്ലിക്കേഷൻ ലെയർ കേട്ടോ. 7ാമത്തെ ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർനെറ്റ്, അതായത് നമ്മളും
ഇത് സോഫ്റ്റ്വെയറും നമ്മളുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെയറാണ്. അതായത് ഇന്റർനെറ്റും നമ്മളുമായിട്ട് ഡയറക്റ്റ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെയറാണെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ചാൽ മൊത്തം 7 ലെയർ ഉണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്ന കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല കേട്ടോ. ഈ പറയുന്ന 4 ലെയറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വളരെ ചോദിക്കത്തുമില്ല കേട്ടോ. അതുകൊണ്ട് അത് വളരെ ചെറുതായിട്ട് പറയുകയും ബാക്കി 3 ലെയർ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്ത കാര്യമാണ്. ഇതിനകത്ത് ഡിവൈസുകളൊന്നുമില്ല കേട്ടോ. ഈ പറയുന്ന 4 ലെയറിനകത്തും ഡിവൈസുകളൊന്നുമില്ല. ആദ്യത്തെ 3 ലെയറിനകത്താണ് ഇമ്പോർട്ടൻറ്റും, അതിനകത്താണ് ഡിവൈസുകൾ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ OSI മോഡലിന്റെ ലെയർ. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ഇന്ന് മൊത്തം നമ്മൾ ചർച്ച ചെയ്ത എന്താണ് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ കുറിച്ചാണ് അല്ലയോ? ഏതൊക്കെയാണ് നെറ്റ്വർക്ക് ഡിവൈസ്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം. ഈ ക്ലാസ് കാണാതെ പോയാൽ വളരെ നഷ്ടമാണ്. ക്ലാസ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 2 3 മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. സുഖമായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. അപ്പം ഈ ഒരു സീരീസ് എൻ്റെ രണ്ടാമത്തെ പാർട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്ന സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് എടുത്തത്. ഒരൊറ്റ ചോദ്യം പരിചയപ്പെടുത്തുന്നു, ഒരു ടോപ്പിക് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു കേട്ടോ. VFAക്കോ ഡിഗ്രി പ്രിലിംസിനോ നമുക്ക് ഏത് IT ബന്ധപ്പെട്ട ഏത് പരീക്ഷകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലാസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത പാർട്ട് നിങ്ങൾക്ക് ഈ കണ്ട 2 പാർട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നെങ്കിൽ, അതായത് ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി കിടപ്പുണ്ട്, നിങ്ങൾ ചാനലിൽ കയറി കാണാവുന്നതാണ്. രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഒന്നാമത്തെ പാർട്ട് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പാർട്ട് കണ്ടവർ ഒന്നാമത്തെ പാർട്ട് കാണുക. ഈ 2 പാർട്ട് നിങ്ങൾക്ക് ഗുണമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. മൂന്നാമത്തെ പാർട്ട് വേണമെന്ന് കമന്റ് ചെയ്യുക. മൂന്നാമത്തെ പാർട്ട് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ മൂന്നാമത്തെ പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് കണ്ടതിന് വളരെ വളരെ നന്ദി. താങ്ക് യു.